ഈ വീഡിയോയിൽ നമ്മൾ ആദ്യമേ തന്നെ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് തുടങ്ങാമെന്ന്. സൗത്ത് ആഫ്രിക്കയിൽ ഏറ്റവും കൂടുതൽ അവിടെ ആൻറ്റി ഇസ്രായേൽ എന്നുള്ള മൂവ്മെൻ്റ് ആണ് കൂടുതലായിട്ട് നടക്കുന്നത്. ഇത് എന്തുകൊണ്ടാണെന്ന് സൗത്ത് ആഫ്രിക്കയിൽ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സാക്കിർ നായിക്കും ഇതേപോലെ ഈ ഒരു ബ്രദർഹുഡ് ഐഡിയോളജി ഒക്കെ എങ്ങനെയാണ് അവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി തന്നെ ചെയ്തിട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ സൗത്ത് ആഫ്രിക്ക ഈ നിലപാടേ എടുക്കുള്ളൂ. കാരണം ഈ ഒരു ഐഡിയോളജി അവിടെ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഭരണകൂടങ്ങളിൽ തന്നെ നല്ല രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ആണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇപ്പോൾ ചെയ്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കൻ അംബാസഡറിനെ ഇപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. അവർ പറഞ്ഞത് നിങ്ങൾക്ക് ഇവിടെ സൗത്ത് ആഫ്രിക്കയ്ക്ക് ഇവിടെ എൻട്രി ആവശ്യമില്ല. സൗത്ത് ആഫ്രിക്കയെ ടോട്ടലി തന്നെ ബാർ ചെയ്തിരിക്കുകയാണ് അമേരിക്കയിൽ അറിയാമല്ലോ, മുഹമ്മദ് ഖലീൽ എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി, അതായത് ഒരു പാലസ്തീനിയാണ്. ഈ ഒരു പാലസ്തീനിയെ അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ അമേരിക്കയുടെ ഉള്ളിൽ തകൃതിയായിട്ടുള്ള പ്രക്ഷോഭങ്ങളെല്ലാം നടക്കുകയാണ്. കാര്യം ഈ ഒരു കൊളംബിയ യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു വിഷയങ്ങൾ നടക്കുന്നത്. അമേരിക്കയുടെ ഉള്ളിൽ അറിയാലോ, ഒരു ഡെമോക്രാറ്റിക് രാജ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വിവിധ തരത്തിലുള്ള ഒപ്പീനിയൻസ് ഉണ്ട്. രണ്ട് തരത്തിലും ആൾക്കാരുണ്ട്. ഈ ഒരു മുഹമ്മദ് ഖലീലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാരണം ഈ മുഹമ്മദ് ഖലീൽ ചെയ്ത പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇന്തിഫാദ എന്ന് പറഞ്ഞുള്ള ആ ഒരു സെറ്റ് ഓഫ് ബാനേഴ്സ് ഒക്കെ എഴുതിക്കൊണ്ട് കോളേജിന്റെ ഉള്ളിലും തകൃതിയായിട്ട് അമേരിക്കയിലും തന്നെ ഈ പ്രകടനങ്ങൾ ഇസ്രായേലിനെതിരെ അതുപോലെ തന്നെ പ്രോ പാലസ്തീനിയൻ റാലി നടത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഫണ്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. ഇതിപ്പോ ഇതിന്റെ പുറകില് മുഹമ്മദ് ഖലീലിന്റെ ഭാര്യ ഇതിനു വേണ്ടിയിട്ട് തകൃതിയായിട്ട് രംഗത്തുണ്ട്. അവർ തന്നെയാണ് ഈ ആൾക്കാരെ വിളിച്ചു കൂട്ടുന്നതും. ഇതേപോലെ ഒരുപാട് ഈ ഒരു പാലസ്തീനിയൻ അനുകൂലികളായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ റാലി നടക്കാണ്. കോർട്ട് വരെ വിഷയം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഇപ്പൊ ഈ ഒരു വ്യക്തിക്ക് ഗ്രീൻ കാർഡ് റിവോക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു മുഹമ്മദ് ഖലീലിന് ഗ്രീൻ കാർഡ് റിവോക്ക് ചെയ്ത് പുള്ളിയെ ഡീപ്പോർട്ട് ചെയ്യാനാണ് തീരുമാനിച്ചിരുന്നത്. അപ്പൊ കോടതി ഇടപെട്ടത് കൊണ്ട് തന്നെ അവരെ ഡീപ്പോർട്ട് ചെയ്യേണ്ടതില്ല, നിങ്ങൾ ഡീറ്റെയിൻ ചെയ്ത് വെക്കുക, എന്നിട്ട് അവർക്ക് ലീഗലി അവരുടെ സൈഡ് ബാറ്റിൽ ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കണം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ സിക്കിമിന്റെ ഭാഗത്ത്, സിക്കിം എന്ന് പറഞ്ഞാൽ അറിയാലോ, കുറച്ച് മലനിരകൾ നിരന്നു നിൽക്കുന്ന ഒരു ഏരിയയാണ് സിക്കിം എന്ന് പറയുന്നത്. ചൈനയുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. നമുക്ക് ചിക്കൻ നെക്ക് എന്നൊക്കെ പറയുന്ന ആ ഒരു ഏരിയ, സിക്കിം, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ഇതിന്റെ നടുക്കായിട്ടാണ് ഈ ഒരു ചിക്കൻ നെക്ക് എന്ന് പറഞ്ഞ ആ ഒരു ഏരിയ വരുന്നത്, ഈ സിലിഗുരി കോറിഡോർ എന്നൊക്കെ പറയുന്നത്. സിക്കിമില് നമ്മൾ ഇൻഫാൻട്രി മോട്ടോർ സിസ്റ്റം ഘടിപ്പിച്ച വെഹിക്കിൾസ്, ആംഡ് വെഹിക്കിൾസ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ മിലിറ്ററി ഉപയോഗത്തിന് യൂസ് ചെയ്യുന്ന വെഹിക്കിൾസ് ആണ്. ആ വെഹിക്കിൾസ് ഡിപ്ലോയ് ചെയ്തിരിക്കുകയാണ്. നമ്പർ ഓഫ് വെഹിക്കിൾസ് ആണ് അവിടെ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. കാര്യം വേറെ ഒന്നുമില്ല, നമ്മൾ ഏറ്റവും കൂടുതൽ അവിടെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഈ ബോർഡർ സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് അവിടെ നമ്മൾ ഈ ഒരു വെഹിക്കിൾ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ സെക്യൂരിറ്റിയുടെ ഭാഗം തന്നെയാണ്. അതായത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഭാഗമായിട്ടാണ് ഇത് ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. ഇത് വളരെ വളരെ അനിവാര്യമാണ്. കുറെ നാളുകൊണ്ടേ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, ഇന്ത്യൻ ഡിഫൻസിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. കാര്യം ആ മേഖലയിൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്തേണ്ടത് ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചൈന ഇന്ത്യയുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന ആ മേഖലകളിലായിക്കോട്ടെ, അതേപോലെ തന്നെ ബംഗ്ലാദേശിന്റെ ആ ഒരു ഭാഗം ആയിക്കോട്ടെ, എല്ലാ സൈഡിലും തന്നെ നമ്മളിപ്പം ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ നമ്മൾ ഫെൻസിങ് റെഡി ആയിക്കൊണ്ട് വരുന്നുണ്ട്. അതേപോലെ ചൈനയുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരുപാട് സെക്യൂരിറ്റി മെഷേഴ്സ് കൂടുതൽ ശക്തിപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ചൈന ഈ ഇടയായിട്ട് നമ്മളുടെ നല്ല രീതിയിൽ സംസാരിക്കണം. അതായത് അമേരിക്കയുടെ ഒരു താരിഫ് ത്രെട്ട് ഒക്കെ വന്നപ്പോഴത്തേക്കും ഇന്ത്യയുമായിട്ട് ബിസിനസ് രംഗം കുറച്ചുകൂടെ ശക്തിപ്പെടുത്തണം എന്നുള്ള നിലയിൽ പല രീതിയിലുള്ള ആലോചനകളുമായിട്ട് ഫോർവേഡ് തിങ്കിങ് ആയിട്ട് വന്നുകൊണ്ട് നമ്മുടെ ഈ ഒരു പിൽഗ്രിമേജ് വിസിറ്റ്, അതായത് കൈലാഷ് മാനസരോവർ, അതേപോലെ ഫ്ലൈറ്റ് സർവീസ് റീസ്റ്റാർട്ട് ചെയ്യാം, ഇങ്ങനത്തെ ചില ഗിമ്മിക്കുകൾ പരിപാടികളുമായിട്ടാണ് ഇന്ത്യ ചൈനയെ അപ്രോച്ച് ചെയ്തത്. പക്ഷേ ചൈനയുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കുള്ളിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിൽ മാത്രമല്ല അവരുടെ പ്രോഡക്റ്റ് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കുള്ളിൽ വിറ്റഴിക്കുക എന്നുള്ളതും കൂടിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കെ തന്നെ ഈ ലഡാക്ക് ഭാഗത്തുള്ള പ്രശ്നം ഇതുവരെ അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോഴും സ്റ്റാൻഡ് ഓഫ് ആണ്. ചൈനയും അവരുടെ ഭാഗത്തുള്ള സോൾജേഴ്സിന്റെ എണ്ണം കുറച്ചിട്ടില്ല, ഇന്ത്യയും കുറച്ചിട്ടില്ല. അപ്പൊ ഈ രീതിയിൽ സ്റ്റാൻഡ് ഓഫ് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വാങ് ഈ എന്ന് പറഞ്ഞ ചൈനീസ് റെപ്രസെന്റേറ്റീവ് ഇന്ത്യൻ ഫോറിൻ മിനിസ്റ്റർ ജയശങ്കറുമായിട്ട് നടത്തിയ ചർച്ചയിൽ വീണ്ടും ഇതേ വിഷയം വന്നിരിക്കുകയാണ്. ഇതേ വിഷയം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ബിസിനസ് താല്പര്യമുണ്ട്, ചൈനയ്ക്ക് ബിസിനസ് താല്പര്യമുണ്ട് ഇന്ത്യക്കുള്ളിൽ, അത് അവർ തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യ അതിന് കൗണ്ടർ ഡയലോഗ് കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ ഡയലോഗ് ഡിപ്ലോമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ബോർഡർ വിഷയം പരിഹരിക്കാതെ ഒരിക്കലും എലഫന്റും ഡ്രാഗണും കൂടെ ഒരു ഡാൻസ് കളിക്കാൻ ആവില്ല എന്നുള്ളതാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് ബോർഡറിൽ നിങ്ങൾ ശക്തമായ തീരുമാനം ഉണ്ടാക്കും. നമുക്ക് ഇന്ത്യയുടെ ഉള്ളിൽ എത്രമാത്രം സമ്മർദ്ദം വന്നാലും കുഴപ്പമില്ല, നമുക്ക് താരിഫ് വരുന്നെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഏത് രീതിയിലുള്ള ബിസിനസ് അപ്പ് ആൻഡ് ഡൗൺസ് വന്നാലും നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ചൈനയുമായിട്ട് ഒരു നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാണ്ട് ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്, ശക്തമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഈ സ്ഥിതി ഇങ്ങനെ നിലനിൽക്കെ ഇന്ത്യ കൂടുതൽ ബോർഡർ ഏരിയയിലുള്ള സെക്യൂരിറ്റി മെഷേഴ്സ് കൂടുതൽ ശക്തമാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ റഫേൽ ഫൈറ്റർ ജെറ്റ് അതിന്റെ ഒരു പ്രൊഡക്ഷൻ
അഥവാ ഒരു മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഒരു അസംബ്ലി യൂണിറ്റ് ഇന്ത്യക്ക് ഉള്ളിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യക്കുള്ളിൽ പറഞ്ഞതുപോലെ നമ്മൾ ഓൾറെഡി തന്നെ ഇലക്ഷന് മുമ്പ്, അതായത് ഇന്ത്യയിലെ കഴിഞ്ഞ ജനറൽ അസംബ്ലി ഇലക്ഷന് മുമ്പായിട്ട്, അതായത് ഈ ഒരു കഴിഞ്ഞ 2024 ജനറൽ അസംബ്ലി ഇലക്ഷന് മുമ്പായിട്ട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റഫേലിന്റെ ഒരു മാനുഫാക്ചറിങ് അഥവാ ഒരു അസംബ്ലി യൂണിറ്റ് ഇന്ത്യയിൽ തന്നെ സ്ഥാപിക്കാം എന്നുള്ള രീതിയിലുള്ള ചില ചർച്ചകളും അതിൻ്റെതായിട്ടുള്ള ഒരു MOU ഒക്കെ സൈൻ ചെയ്തിട്ടാണ് പോയത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്കുള്ളിൽ അഥവാ റഫേൽ വരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് 60 സ്ക്വാഡ്രൺ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. 60 സ്ക്വാഡ്രൺ, നമുക്ക് 42 സ്ക്വാഡ്രൺ ആണ് നമ്മളുടെ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് 42 ഉപരിയായിട്ട് 60 സ്ക്വാഡ്രൺ ഫൈറ്റർ ജെറ്റുകളുമായിട്ട് ഇന്ത്യ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എയർഫോഴ്സ് ആയിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാലും റഫേൽ വരട്ടെ എന്ന് വിചാരിക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ഫെബ്രുവരി 1st വീക്ക് പ്രൈം മിനിസ്റ്റർ മോദി ഫ്രാൻസ് വിസിറ്റ് ചെയ്ത സമയത്ത് ഒന്നുകൂടെ ഇത് റീകളക്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ മറുപടി ഇനി ഫ്രാൻസിന്റെ ഭാഗത്തു നിന്നാണ് കിട്ടേണ്ടത്. G7 കൺട്രീസ് ചൈനയെ കണ്ടംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻഡോ പസഫിക് മേഖലയിൽ അവരുടെ ഷിപ്പിനെ എപ്പോഴും സർവൈലൻസിന് വിട്ട് ചൈന ആ ഭാഗത്തുള്ള രാജ്യങ്ങൾക്കെല്ലാം ഒരു ത്രെട്ട്, ഒരു ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്. ഇത് ഒരിക്കലും പാടില്ല, അതിന് ശക്തമായ നടപടി എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് G7 കൺട്രീസ് ഒരുമിച്ച് ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കൊക്കെ ഇതിന്റെ കൺസേൺ ഉണ്ട് എന്നുള്ളതാണ്. അതാണ് G7 രാജ്യങ്ങൾ ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയുടെ ഒരു ഡോമിനൻസ് പാടില്ല എന്ന് പറയുന്നത്. കാരണം ചൈന ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറെ രാജ്യങ്ങൾക്ക് ഇവർ ഭീഷണിയായിട്ട് മാറുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിലുപരിയായിട്ട് സീബഡ് റിസർച്ച് ആണ് ചെയ്യുന്നത് എന്നുള്ളത് വാർത്ത നമ്മൾ പണ്ടേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സീബഡ് റിസർച്ച് ചെയ്യുന്നുണ്ട്. ഇവർക്ക് സ്മൂത്ത് ആയിട്ടുള്ള സബ്മറൈൻസ് മൂവിങ്ങിന് വേണ്ടിയിട്ടും അതേപോലെ റെയർ എർത്ത് എലമെന്റ്സ് ഒക്കെ ഈ കടലിനുള്ളിൽ എവിടെയെങ്കിലും അവൈലബിൾ ആണോ എന്നുള്ളതിനെ കുറിച്ചുള്ള റിസർച്ചും കൂടെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ എപ്പോഴും ഇങ്ങനെ ഒരു ഈ സർവൈലൻസ് ഷിപ്പുകൾ ഇൻഡോ പസഫിക് ആയിക്കോട്ടെ എവിടെയായാലും ഇന്ത്യൻ ഓഷൻ ഉൾപ്പെടെ അവർ തെരഞ്ഞു നടക്കുന്നത് ഈ ഒരു വിഷയം കൊണ്ടാണ്. പർവതനേനി ഹാരിസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ യുണൈറ്റഡ് നേഷൻസിന്റെ പെർമനന്റ് മെമ്പറിൽ ഒരാളാണ്. പുള്ളി പാകിസ്ഥാൻ വീണ്ടും ആവർത്തിച്ച് ഭയങ്കരമായിട്ടുള്ള സൗണ്ടില് യുണൈറ്റഡ് നേഷൻസിൽ ഈ കശ്മീരിന്റെ വിഷയം ആവർത്തിച്ച് ഉന്നയിക്കുന്നുണ്ട്. അപ്പൊ പുള്ളി പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എത്ര ആവർത്തിച്ച് ഒരേ വിഷയം ഉന്നയിച്ചതുകൊണ്ട് ആ വിഷയം ശരിയാവണം എന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ഈ പരിപാടി നിർത്തുന്നതാണ് നല്ലത്. കാരണം ഈ കശ്മീർ വിഷയത്തിൽ ഓൾറെഡി തന്നെ തീരുമാനമായി. ഇനി സംസാരിക്കണം എന്നുണ്ടെങ്കിൽ POK എന്ന് പറഞ്ഞ് നിങ്ങൾ മോഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, അതിനെക്കുറിച്ച് വേണമെങ്കിൽ ചർച്ച നടത്താം. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വേണമെങ്കിൽ യുണൈറ്റഡ് നേഷൻസിൽ നിങ്ങൾക്ക് കൊണ്ടുവരാം, പ്ലെബിസൈറ്റോ എന്താ വെച്ചാൽ നിങ്ങൾ അയക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ വ്യക്തമായിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള മറുപടിയാണ് കൊടുത്തത്. ട്രംപ് സാറ്റർഡേ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് ഒരു സ്പീച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിൽ സ്പീച്ച് കൊടുത്തപ്പോഴത്തേക്കും ഇതിന് മുമ്പ് ഭരിച്ചിരുന്ന, അതായത് ഈ ഒരു ഡെമോക്രാറ്റിക് ഭരണകൂടം ഉണ്ടായിരുന്നല്ലോ, ബൈഡന്റെ അഡ്മിനിസ്ട്രേഷൻ ഭരിച്ചിരുന്ന സമയത്ത് അമേരിക്കയ്ക്ക് ഉള്ളിൽ വരാൻ പല പ്രൈം മിനിസ്റ്ററുകൾക്കും പേടിയായിരുന്നു എന്ന് പുള്ളി തന്നെ അനുമാനിച്ചങ്ങ് പറയാണ്. ഒരു പരിധി വരെ പുള്ളി പറയുന്നതിൽ ശരിയൊക്കെ വെക്കാം. കാര്യം ആ രീതിയിലാണ് അവർ ഇന്ത്യക്ക് ഉൾപ്പെടെ പല രാജ്യങ്ങൾക്കുമെതിരെയും കേസ് ഫയൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ഭരണകൂടമാണ് അമേരിക്കയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ പ്രൈം മിനിസ്റ്റർ മോദി അതേപോലെ മാക്രോൺ ഇവരെയൊക്കെ പേരെടുത്ത് പറഞ്ഞിട്ടാണ് ഈ ഒരു വിഷയം സൂചിപ്പിച്ചത്. അതായത് ട്രംപ് ഭരിക്കുന്ന അമേരിക്കയിൽ അങ്ങനെ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു രീതിയിലും പേടിക്കേണ്ട ആവശ്യമില്ല. US വളരെ വ്യക്തമായിട്ട് അതിന്റെ ജസ്റ്റിസ് സെർവ് ചെയ്യും. അങ്ങനെ ആരെയും പേടിപ്പിച്ചുകൊണ്ട് ജസ്റ്റിസ് നടപ്പിലാക്കുന്ന ഒരു സ്വഭാവം US ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതായത് ഇനി ഇങ്ങനെയൊക്കെ കേസ് ഉണ്ടാവും, അതുണ്ടാവും, ഇതുണ്ടാകുന്ന പേടിക്കേണ്ട, തീവ്രവാദിയാണെങ്കിൽ തീവ്രവാദത്തിനുള്ള നടപടി തന്നെ നമ്മൾ എടുക്കും എന്നുള്ള ഒരു നിലപാടാണ് ട്രംപ് വെളിപ്പെടുത്തിയത്. ട്രംപിന്റെ പോളിസികൾ കുറെ പോളിസികളൊക്കെ നമ്മൾ വിമർശിക്കാറുണ്ട്. അതുപോലെ തന്നെ ട്രംപിനെ അപ്രീഷിയേറ്റ് ചെയ്തുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരാൾ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും പോസിറ്റീവും എല്ലാ തീരുമാനങ്ങളും നെഗറ്റീവ് ആണോന്നില്ല. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള പോസിറ്റീവ് നെഗറ്റീവും എത്രമാത്രം, ചില വിഷയങ്ങളിൽ എല്ലാ വിഷയങ്ങൾക്കും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവും. പക്ഷെ പോസിറ്റീവ് നെഗറ്റീവ് എത്രമാത്രം, അതിന്റെ റേഷ്യോ എത്രയാണ്. കൂടുതൽ പോസിറ്റീവ് പോയിന്റ്സ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യാം. കൂടുതൽ നെഗറ്റീവ് സൈഡ് ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യാം. ആ രീതിയിൽ നോക്കുമ്പോഴത്തേക്കും പുള്ളി എടുത്ത ഒരു തീരുമാനമാണ് യൂറോപ്യൻ കൺട്രീസിന് ഡിഫൻസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം വെട്ടിക്കുറയ്ക്കുക എന്നുള്ള തീരുമാനം എടുത്തത്. അതൊരു പരിധിവരെ യൂറോപ്പിന് ദോഷം ചെയ്തു എന്നുണ്ടെങ്കിലും അത് ഇന്ത്യക്ക് ഗുണം ചെയ്യുന്ന പരിപാടിയായിട്ട് മാറിയിരിക്കുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ കമ്പനീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. അവർ കൂടുതൽ മാനുഫാക്ചറിംഗിലോട്ട് ഫോക്കസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവർ $800 ബില്യൺ ആണ് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് ബഡ്ജറ്റിൽ. പല റൗണ്ട് ഓഫ് ചർച്ചകൾക്ക് ശേഷമാണ് ഈ ഒരു ഫണ്ട് അവർ മാറ്റിവെക്കാൻ തീരുമാനിച്ചത്. അമേരിക്കയുടെ ഈ ഒരു ഫണ്ട് കട്ട് ചെയ്ത്, അതായത് അമേരിക്കയുടെ ഒരു ഡിപ്പെൻഡൻസി ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല, അമേരിക്ക യൂറോപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് വിളിച്ചു പറഞ്ഞതോടുകൂടി ഏതാണ്ട് 70% ഈ യൂറോപ്യൻ കൺട്രീസ് ആയിക്കോട്ടെ, നാറ്റോ രാജ്യങ്ങളായിക്കോട്ടെ, ഇവര് ഫുൾ ഇവരുടെ ഡിഫൻസ് മേഖലയ്ക്ക് വേണ്ടിയിട്ട്
ഫുൾ ആൻഡ് ഫുൾ അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്തിരുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് നമുക്ക് മാത്രമല്ല എൻറ്റയർ ഗ്ലോബലി തന്നെ അത് എക്സ്പോസ്ഡ് ആയി. യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങൾ എക്സ്പോസ്ഡ് ആയി, അതേപോലെ നാറ്റോ രാജ്യങ്ങൾ തന്നെ എക്സ്പോസ്ഡ് ആയി എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പം ഉക്രൈനുമായിട്ട് റഷ്യയുമായിട്ടുള്ള കോൺഫ്ലിക്റ്റിൽ ഉപരിയായിട്ട് യൂറോപ്പിനും നാറ്റോ രാജ്യങ്ങൾക്കും അവര് സ്വയം പര്യാപ്തരാണ്, അവർക്ക് സെൽഫായിട്ട് തന്നെ അവർക്ക് ഡിഫൻസ് കപ്പാസിറ്റി ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് ഇപ്പം. അതാണ് വേറൊരു സൈഡ്. ഇപ്പൊ എന്തുകൊണ്ടാണ് ഉക്രൈനെ സഹായിക്കാൻ പറ്റാതെ ഇങ്ങനെ കൊണ്ട് മാത്രം വെർബലി മാത്രം സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നത്? വെർബൽ ഹെൽപ്പ് എത്ര നാളത്തേക്ക് പ്രാക്ടിക്കലി യൂസ്ഫുൾ ആവും? അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ യൂറോപ്പ് ആയാലും നാറ്റോ രാജ്യങ്ങളിൽ ഫുള്ളി എക്സ്പോസ്ഡ് ആണ്. അവർക്ക് ഒരു 30% മാത്രമേ അവരുടെ കപ്പാസിറ്റി ഉള്ളൂ. 70% അവർ അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരുന്നത്. അപ്പൊ അതുകൊണ്ട് അവർ വീണ്ടും ഡിഫൻസ് മാനുഫാക്ചറിംഗ് രംഗത്ത് ഏറ്റവും കൂടുതൽ ഫണ്ട് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക്, നിർബന്ധിത സാഹചര്യത്തിലേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ്. ഇതൊക്കെ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് തന്നെ വരുന്ന വാർത്തകളാണ്. നവാമ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞ യൂറോപ്യൻ പത്രമാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് യൂറോപ്യൻ യൂണിയന്റെ ഇന്റർണൽ ചർച്ചകളിൽ വന്നിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇന്ത്യയിൽ ഒരുപാട് മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾ, മാനുഫാക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആയുധങ്ങൾ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുക എന്നുള്ളതല്ല, ഒരുപാട് സ്പെയർ പാർട്സുകൾ ഓൾറെഡി തന്നെ നാറ്റോ രാജ്യങ്ങളുടെ ലിസ്റ്റഡ് സപ്ലയേഴ്സിൽ ഇന്ത്യയുടെ സപ്ലൈ ഇതിനെക്കുറിച്ച് ഇതിന് മുമ്പ് ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ റിവീൽ ചെയ്തിട്ടുണ്ട്. നാറ്റോ രാജ്യങ്ങൾക്ക് ഡിഫൻസ് മാനുഫാക്ചറിംഗ് മേഖലയിൽ ഇന്ത്യ ടയർ 2 സപ്ലയർ ആണ്. അതാദ്യം നമ്മൾ മനസ്സിൽ വെച്ചോണം. അപ്പൊ ഈ ടയർ 2 സപ്ലയറിനെ കുറച്ചുകൂടെ വിപുലീകരിച്ച് യൂറോപ്പ് ഉൾപ്പെടെ നാറ്റോ രാജ്യങ്ങൾ ഉൾപ്പെടെ മൊത്തത്തില് നമ്മളുടെ അടുത്ത് സ്പെയർ പാർട്സുകൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനുള്ള ഓർഡർ തരാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് യൂറോപ്പിൽ നടക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഇനി എത്രയോ മാസങ്ങൾ കഴിഞ്ഞ് വരാൻ പോകുന്ന വാർത്തകളാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പെന്റഗൺ ഏതാണ്ട് $50 ബില്യൺ ബഡ്ജറ്റ് കട്ട് ചെയ്തത്. ഈ ഒരു ബഡ്ജറ്റ് കട്ട് എന്തിനു വേണ്ടിയാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ യൂറോപ്യൻ യൂണിയൻസിന് പൈസ കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബഡ്ജറ്റ് കട്ട് അവർ ചെയ്തത്. ഇതിനെ അവർ പ്രോഫിറ്റ് ആയിട്ടായിരിക്കുമല്ലോ കണക്ക് കൂട്ടുക. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം എവറി ഡോളർ കൗണ്ട്സ്. ഫസ്റ്റ് ഹാഫ് ഫിനാൻഷ്യൽ ഇയർ 2026 എത്തുന്നതിന് മുമ്പ് തന്നെ ഇത്രയും ഓർഡറുകൾ ഇന്ത്യക്കുള്ളിൽ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് വെറും പ്രതീക്ഷയല്ല, നിർണായക മേഖലകളിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ലാസ്റ്റ് വീക്ക് ജയശങ്കർ UK, അയർലാൻഡ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ചർച്ചകളൊക്കെ നടക്കുന്നത്. ഇതിനുപരിയായിട്ട് നോർവേ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ട് ഡിസ്കഷൻ നടക്കുന്നുണ്ട്. സ്വീഡൻ, ഡെൻമാർക്ക് ഇതേപോലത്തെ രാജ്യങ്ങളുമായിട്ടൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ ജർമ്മനിയും ഇതേപോലെ തന്നെ വളരെ എഫക്റ്റീവായിട്ട് തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഫിസ്ക്കൽ ഇയർ 2023-24 ഇന്ത്യ ഏതാണ്ട് 21,000 കോടിക്കാണ് ഡിഫൻസ് എക്സ്പോർട്ട് നടത്തിയത്. 21,083 കോടിക്കാണ് ഇന്ത്യ ഡിഫൻസ് എക്സ്പോർട്ട് നടത്തിയത്. ഇത് ഏതാണ്ട് 32.5% 2022-23 കൂടുതലാണെന്നാണ് പറഞ്ഞു വരുന്നത്. അത്രമാത്രം ഇൻക്രീസ് ആയിട്ടുണ്ട്. ആ രീതിയിലാണ് പോകുന്നത്. 2029 ഫിസ്ക്കൽ ഇയറോടുകൂടി ഇന്ത്യ 500 ബില്യൺ റുപ്പീസ് വർത്ത് എക്സ്പോർട്ടിംഗ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതിനുവേണ്ടിയിട്ടാണ് ബഡ്ജറ്റ് ഇട്ടിരിക്കുന്നത്. ഇതിനകത്ത് ഇന്ത്യക്കുള്ളിൽ മെയിൻ ആയിട്ട് ഈ ഒരു സ്പെയർ പാർട്സിലൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കമ്പനികൾ എന്ന് പറഞ്ഞാൽ ഭാരത് ഇലക്ട്രോണിക്സ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, ഭാരത് ഡൈനാമിക്സ്, പാരാസ് ഡിഫൻസ്, ഇങ്ങനത്തെ കമ്പനികളൊക്കെ ഇതിനകത്ത് ലീഡിങ്ങിലുള്ള കമ്പനികളാണ്. ആസ് യൂഷ്വൽ നമുക്ക് ഒരുപാട് കമ്പനികൾ, ഫേമസ് ആയിട്ടുള്ള ലിസ്റ്റഡ് കമ്പനികൾ വേറെ ഉണ്ടെന്നുള്ളതാണ്. ഇതിനെല്ലാം തന്നെ നമ്മൾ അർമേനിയയ്ക്ക് ഏറ്റവും കൂടുതൽ ഡിഫൻസ് മേഖലയിൽ സപ്പോർട്ടീവ് ആയിട്ടിരുന്നത്. അതുപോലെ തന്നെ ഫിലിപ്പൈൻസ് നമ്മൾ മിസൈൽ സപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തായ്ലാന്റിൽ നിന്ന് വരുന്ന റീസെന്റ് ആയിട്ട് വന്ന ഓർഡറുകൾ, ഇതെല്ലാം തന്നെയാണ് ഇതിന് മുതൽക്കൂട്ടായത്. ഇതെല്ലാം തന്നെ ഓരോ എക്സാമ്പിൾ ആയിട്ട്, ഒരു റോൾ മോഡലായിട്ട് മറ്റുള്ളവർക്ക് ഡിസ്പ്ലേ ചെയ്യത്തക്ക രീതിയിൽ, മറ്റുള്ളവർക്ക് കണ്ട് ട്രസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇന്ത്യ ഡെവലപ്പ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ മേഖലയിൽ ഇന്ത്യയെ ഏറ്റവും കൂടുതൽ ഈ ഒരു നിർണായക പാർട്ട്ണറായിട്ട് യൂറോപ്പ് കൺസിഡർ ചെയ്യാൻ സാഹചര്യം ഒരുക്കിയത്. ഈ അബു ഖത്താൽ പാകിസ്ഥാനിൽ അജ്ഞാതന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു എന്നാണ് വാർത്തകൾ വരുന്നത്. ഈ അബു ഖത്താൽ എന്ന് പറയുന്ന വ്യക്തി ഹാഫിസ് സയ്യിദിന്റെ കസിൻ ആണെന്നാണ് പൊതുവിൽ വാർത്ത വെളിയിൽ വരുന്നത്. ഈ വ്യക്തി 26/11 മുംബൈ അറ്റാക്കിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ്. അപ്പൊ എന്തായാലും ആരോ ഒരാള് ഇയാളെ തട്ടിയിട്ടുണ്ട്. ഇപ്പൊ വീണ്ടും ഇങ്ങനെ പാകിസ്ഥാനിൽ അജ്ഞാത വെടിവെപ്പുകൾ തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കുറെ നാൾ ഇത് നിർത്തിവെച്ചിരുന്നു, ഇപ്പൊ ഇത് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് ഇയാൾ കൊല്ലപ്പെട്ടത്. ഏറ്റവും കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് ജമ്മു ആൻഡ് കാശ്മീരിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിഷക്രിമിയാണ് ഇയാൾ. എന്തായാലും ഇനി ആ ഒരു തൊല്ല ഒഴിഞ്ഞു. നൂനോ മെലോസ് എന്ന് പറയുന്നത് ഡിഫൻസ് മിനിസ്റ്റർ ആണ്. നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ അല്ല, പോർച്ചുഗലിന്റെ ഡിഫൻസ് മിനിസ്റ്റർ. F-35 5th ജനറേഷൻ ആ ഫ്ലൈറ്റ് വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. അതിന്റെ ഓർഡറുമായിട്ട് അമേരിക്ക കുറെ നാളുകൊണ്ട് ഈ ഒരു ചർച്ച മുന്നോട്ട് നീക്കുന്നുണ്ട്. പക്ഷെ അവസാനം ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ, യൂറോപ്പുമായിട്ട് ഇങ്ങനെയൊക്കെ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ ഈ ഒരു F-35 വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ് പോർച്ചുഗൽ. അതിന് പകരം അവർ റഫേൽ ഫൈറ്റർ ജെറ്റ് ചൂസ് ചെയ്യാണ്. പറഞ്ഞിരിക്കുന്ന റീസൺ എക്സ്പെൻസീവ് ആണ്. അപ്പൊ അതിനേക്കാളും ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് റഫേൽ കുറഞ്ഞ പ്രൈസിന് കിട്ടുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ അവർ ഫ്രാൻസിന്റെ ഭാഗത്തേക്കാണ് തിരിഞ്ഞിരിക്കുന്നത് റഫേൽ ഫൈറ്റർ ജെറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട്. ഇതിന് പ്രധാനപ്പെട്ട കാരണം അമേരിക്കയുടെ ഇപ്പോഴത്തെ ഒരു നിലപാടാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഓർഡർ കൈമാറി പോകുന്നത്. അല്ലാതെ ഇതിനകത്ത് വേറെ വലിയ റീസൺ ഒന്നുമില്ല. ഇസ്രായേലില് നെതന്യാഹു ഷിൻബെറ്റിന്റെ ചീഫ്, കുറെ നാളുകൊണ്ടേ ഷിൻബെറ്റിന്റെ ചീഫുമായിട്ട് ഒരു ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ October 7 ഈ ഒരു അറ്റാക്കിന്റെ പ്രൈമറി മെസ്സേജ് റിസീവ് ചെയ്തത് ഈ ഷിൻബെറ്റിന്റെ ചീഫാണ്. പുള്ളിയുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു ഡിലേ കൊണ്ട് മാത്രമാണ് ഈ ഒരു അറ്റാക്ക് ഈ രീതിയിൽ അതിരൂക്ഷമായ നിലയിൽ കൂടുതൽ വ്യാപിച്ചതെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇനി കോടതിയിൽ പോയി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അപ്പൊ അതിന്റെ പ്രാഥമിക നടപടിക്രമത്തിന്റെ ഭാഗമായിട്ട് ഈ ഷിൻബെറ്റിന്റെ ചീഫിനെ ഫയർ ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ തീരുമാനം ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട്. ഇതിന് റോണർ ബാർ ആണ് ഇപ്പൊ ഷിൻബെറ്റിന്റെ ചീഫ്. ഇപ്പൊ റോണർ ബാറിനെ സപ്പോർട്ട് ചെയ്യുന്ന ചില പൊളിറ്റീഷ്യൻസ് ഉണ്ട് ഇസ്രായേലിന്റെ നെസറ്റിനുള്ളിൽ. അപ്പൊ അവര് ഇതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ടൊക്കെ വരുന്നുണ്ട്. പക്ഷെ എന്നാലും നെതന്യാഹു എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഷിൻബെറ്റിന്റെ ചീഫിനെ ഫയർ ചെയ്യും എന്നുള്ളത് ഏകദേശം ഒരു 99.99% ഉറപ്പാണ്. അമേരിക്ക ഹൂത്തീസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ബോംബിട്ട് തകർത്തു. 10-31 ആൾക്കാർ കൊല്ലപ്പെട്ടു. ഏതാണ്ട് 110-ലധികം ആൾക്കാർക്ക് ഗുരുതരമായ പരിക്കാണ്. ഇനി അതിൽ എത്ര എണ്ണം തട്ടിപ്പോകുന്ന അറിയത്തില്ല. പക്ഷെ അവര് ഹൂത്തീസ് തിരിച്ച് മിസൈൽ ഇസ്രായേലിന് നേർക്കാണ് വിട്ടത്. ഇസ്രായേൽ അല്ല അറ്റാക്ക് ചെയ്തത്, അമേരിക്കയാണ് അറ്റാക്ക് ചെയ്തത്. പക്ഷെ മിസൈൽ വിട്ടത് ഇസ്രായേലിന് നേർക്കാണ്. ഇസ്രായേൽ നേർക്ക് വിട്ട മിസൈൽ ഈജിപ്തിലേക്കാണ് പോയി വീണത്. ഈജിപ്തിലെ സൈനായ് ഭാഗത്താണ് പോയി പതിച്ചിരിക്കുന്നത്. അവിടെ ഇസ്രായേലിന്റെ അയൺ ഡോമോ താഡ് സിസ്റ്റമോ ഒന്നും വെച്ചിട്ടില്ല സൈനായിൽ. പിന്നെ അത് പോയി പതിക്കുമല്ലോ. അപ്പൊ ആ രീതിയിൽ പോയി പതിച്ചിട്ടുണ്ട്. വല്ലാത്തൊരു മിസൈൽ വിടലായി പോയി. IDF വീണ്ടും ഒരു 75 F-35 റിസീവ് ചെയ്യുകയാണ്. ഓൾറെഡി തന്നെ അതിൽ ഏതാണ്ട് 40-45 റിസീവ്ഡ് ആയെന്നാണ്. അഡീഷണൽ F-35. ഇത് ഇസ്രായേലിന്റെ ഒരു സ്കൈ പവർ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രവൃത്തി നടക്കുന്നതെന്നാണ് പറയുന്നത്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് ഇറാൻ ആണെന്നാണ് ഏറ്റവും കൂടുതൽ അവസാനത്തെ പറഞ്ഞു വെപ്പ്. കാര്യം ഇറാനെ ന്യൂക്ലിയർ സൈറ്റുകൾ ടാർഗറ്റ് ചെയ്താണ് ഇസ്രായേൽ ഇപ്പം കാത്തിരിക്കുന്നത്. വേഴാമ്പലെ പോലെ ഇരിക്കുകയാണ്. ഏത് സമയത്ത് അമേരിക്കയുടെ സൈഡിൽ നിന്ന് ഒരു സിഗ്നൽ വരുന്നോ ആ സമയത്ത് പോയി അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം റീഫ്യൂവലിംഗ് കപ്പാസിറ്റിയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ പ്രാക്ടീസും B-2 ബോംബർ പ്രാക്ടീസ് എല്ലാ പ്രാക്ടീസും നടത്തിയിട്ട് ഇരിക്കുകയാണ്, റെഡി ആയിട്ടിരിക്കുക. അഡീഷണൽ ആയിട്ട് ഈ ഒരു സ്കൈ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ പറയുന്നത്. അഡീഷണൽ ആയിട്ടുള്ള F-35 ഇസ്രായേലിന്റെ ഉള്ളിൽ വരുന്നതാണ് പൊതുവിലെ വരുന്ന വാർത്ത. ഇസ്രായേലിന് അഥവാ നെതന്യാഹുവിന് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാര്യം ഈ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുള്ളി ഒരു ആക്രമണങ്ങളും അങ്ങനെ ഉത്തരവിടുന്നില്ല, നടത്തുന്നുമില്ല. ഇത്രയും നാളും ഈ ഒരു ബാർഗൈനിങ്, അതേപോലെ ബാക്ക് ടു ബാക്ക് ടോക്കിംഗ്, നെഗോസിയേഷൻസ് ഇങ്ങനെ തന്നെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ആദ്യമായിട്ടാണ് ഇപ്പം ഹൂത്തികളെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ഉത്തരവിട്ട് ആ ഒരു ടാസ്ക് വളരെ കൃത്യമായിട്ട് പൂർത്തീകരിച്ചത്. അപ്പോൾ ഉറപ്പായിട്ടും അടിക്കാനുള്ള പെർമിഷൻ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നെതന്യാഹുവിന് മനസ്സിലായത്. വേറെ ഏതെങ്കിലും മൂലയിൽ കൂടെ ബോംബിട്ടാൽ തന്നെ നെതന്യാഹുവിടെ അലേർട്ടാകുന്ന ആളാണ്. അപ്പൊ എന്തായാലും നെതന്യാഹുവിന് ഇപ്പോൾ ഒരു എക്സ്ട്രാ ചാർജ് കിട്ടിയിട്ടുണ്ട്. എക്സ്ട്രാ ചാർജ് എന്ന് പറഞ്ഞാൽ ഇനി ഒരു അറ്റാക്ക് നടത്താം എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട്. കാരണം US പ്രസിഡന്റ് തന്നെ ഇപ്പൊ ഹൂത്തികളെ അറ്റാക്ക് ചെയ്ത് തുടങ്ങിയല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഹമാസിനെ ഇനി അറ്റാക്ക് ചെയ്യാൻ വളരെ ധൈര്യപൂർവ്വം ഇറങ്ങാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നാണ് വിലയിരുത്തുന്നത്. ഇസ്രായേലിന് നെസറ്റിൽ ചർച്ച നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതായത് ഹൂത്തികളെ അമേരിക്ക ഹാൻഡിൽ ചെയ്താലും ഇല്ലെങ്കിലും ഹമാസിന്റെ പുറകിൽ ശക്തമായിട്ട് ഇറങ്ങും എന്ന് തന്നെയാണ് ഇസ്രായേലിന്റെ ഒരു നിലപാട്. ഇനി അവർ ഏത് രീതിയിൽ ബന്ദികളെ കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുത്താലും എടുത്തില്ലെങ്കിലും ഇസ്രായേൽ ഇറങ്ങാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. വാർത്ത വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്: US സെക്കൻഡ് അറ്റാക്ക് ഓൺ ഹൂത്തീസ്, ഇസ്രായേൽ റെഡി ടു അറ്റാക്ക്. അതെ, ഇസ്രായേൽ ആൾസോ റെഡി ടു അറ്റാക്ക്. അതെ, ഇസ്രായേലിന്റെ അറ്റാക്ക് ഹൂത്തീസിനെ മാത്രമല്ല ഗാസയെ കൂടെ ചേർത്തിട്ടാണ് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു സോ മച്ച്.